ഫസ്റ്റ് ടൈപ്പ് ആണ് മക്കളെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ. എന്താണ് ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു ഗ്ലാസിന്റെ വടി എടുത്തുകൊണ്ട് വരിക, ഗ്ലാസിന്റെ ഒരു വടി റോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഇവിടെ, കാരണം ഇത് നമ്മുടെ എൻവയോൺമെന്റിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഒരു സിൽക്കിന്റെ ഒരു കഷ്ണം, ഒരു സാരിയുടെ ഒരു തുമ്പ് എടുത്തുകൊണ്ട് വരിക. നിങ്ങൾക്ക് വേണം ചെയ്ത് നോക്കാം, പക്ഷേ നമ്മുടെ ഈ മോയ്സ്ചറുള്ള അറ്റ്മോസ്ഫിയറിൽ ഇത് വർക്ക് ആവില്ല അത്രയും. പക്ഷേ നിങ്ങൾ മോയ്സ്ചർ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് വർക്ക് ആവും. എങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ സിൽക്കിന്റെ റോഡ് ഉണ്ട്, ഗ്ലാസിന്റെ റോഡ് ഉണ്ട്, സിൽക്കും ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ റബ്ബ് ചെയ്ത് കളിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ ഗ്ലാസ് റോഡിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ? ആ ഇലക്ട്രോൺസിൽ കുറെ എണ്ണം എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിൽ കുറെ എണ്ണം നമ്മുടെ സിൽക്ക് റോഡിലേക്ക് പോകും. ഗ്ലാസ് റോഡിലെ കുറേ ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് പോകും. എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺ എല്ലാം കൂടെ ഇവിടെ വന്നാൽ സിൽക്ക് ക്ലോത്തിന് എന്തായി? നെഗറ്റീവ് ചാർജ് കിട്ടിയില്ലേ? ഇവന്റെ കുറെ ഇലക്ട്രോൺസ് പോയതുകൊണ്ട് അവൻ എന്ത് ചാർജ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക? ഇലക്ട്രോൺസ് കുറെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺസ് അല്ലേ? അപ്പൊ ഇവൻ പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് പറഞ്ഞൂടെ? കാരണം പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതെ, ഇനി പറയാം, എനിക്ക് 2 ചാർജ് ബോഡീസ് കിട്ടിയില്ലേ? ഒരു പോസിറ്റീവ്ലി ചാർജും ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ബോഡീനെ കിട്ടിയില്ലേ? കിട്ടി.